നമസ്കാരം. മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയിട്ട് കെയർ ഭൂവസ്ത്രം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത്. സ്ഥലം ഏതാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ താന്യം പഞ്ചായത്തിലെ പെരിങ്ങോട്ടുകര എന്ന സ്ഥലത്ത് പാലക്കുഴി എന്നൊക്കെ പറയും, അവിടെയുള്ള തോടാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ തോട് 2018 വെള്ളപ്പൊക്കത്തിൽ അമിതമായിട്ട് കവിഞ്ഞിരുന്നു. അതുപോലെ 19 അത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ പാലക്കുഴി പാലാണ് അവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ടാണ് കെയർ ഭൂവസ്ത്രം പിരിച്ചിരിക്കുന്നത്. കെയർ കൊണ്ട് നെറ്റ് പോലെയുള്ള ഒരു സംഗതിയാണ് കെയർ ഭൂവസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ വിരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ പുല്ലുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞത് പിന്നെ കുറേ വർഷങ്ങളിൽ ആയിട്ട് മണ്ണൊലിപ്പൊന്നും ഉണ്ടാവില്ല. തോട് അതിന് മുമ്പേ തന്നെ തോട് ചെളിയൊക്കെ വൃത്തിയാക്കിയിരുന്നു. ഇതിൻ്റെ ഇടയിലായിട്ട് കാണുന്നുണ്ട് വിരിക്കാത്ത ഭാഗമുണ്ട്. അവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ആ മരം കാണുന്നുണ്ട്. മരത്തിൻ്റെ ഭാഗത്ത് കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ളത് കൊണ്ടാണ് അവിടെ വിരിക്കേണ്ടതില്ലാത്തത്. അപ്പോൾ ചെറിയ ഇങ്ങനെ പായ പോലെ തന്നെയാണ് ഭൂവസ്ത്രം എന്ന് പറയുന്നത്. ഭൂമിയെ കെയർ കൊണ്ടുള്ള വസ്ത്രം ധരിപ്പിക്കുക എന്നുള്ളൊരു ആശയമായിരിക്കാം അങ്ങനെ കെയർ ഭൂവസ്ത്രം ഉപയോഗിക്കാനൊരു കാരണം. തൊട്ടരികെ കാണുന്നത് ഹാളാണ്. ശാന്തി പാലസ് എന്നൊക്കെ പറയും. കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഹാളാണത്, ശാന്തി പാലസ് ഹാള്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചകിരി കെയർ കൊണ്ട് ഇങ്ങനെ നെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇങ്ങനെ യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ മുളം കൊമ്പൊക്കെ ഉപയോഗിച്ച് യോജിപ്പിക്കാം. അവിടെ യോജിപ്പിച്ചിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് ചാക്ക് പോലെയൊക്കെ തോന്നാം. മൊത്തത്തിൽ കുറച്ച് അകലത്തിലായിട്ട് ചെറിയ മുളം കുറ്റികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇത് യോജിപ്പിച്ച ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മഴ പെയ്താലൊക്കെ പോവില്ല. പിന്നെ പുല്ലുകൾ കണ്ടോ, അത് ഇതിൻ്റെ ഇടയിൽ വെച്ച് പിടിപ്പിക്കും. അപ്പോൾ ആ പുല്ലുകൾ വളർന്നു കഴിയുമ്പോൾ രണ്ടും കൂടിയാകുമ്പോൾ മണ്ണൊലിപ്പ് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രവർത്തന രീതി. ചെറിയ പുല്ലുകൾ ഇപ്പോൾ തന്നെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പരിസ്ഥിതി സൗഹൃദമാണ്. പിന്നെ കുറച്ച് ആളുകൾക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്, കെയർ തൊഴിലാളികൾക്കും. അതുപോലെ അത് വിരിക്കാനായിട്ട്, അത് പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയും കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടും. മാത്രമല്ല നമ്മുടെ തോടുകൾ ഒക്കെ വലിയ പൈസ ഇല്ലാണ്ട് സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. കണ്ടതിന് നന്ദി, നമസ്കാരം.